Once again, good morning all of you. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് BEP അഥവാ ബ്രേക്ക് ഇവൻ പോയിൻ്റ്, അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ഇവൻ പോയിൻ്റ് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. അതിൽ ഇന്നലെ എടുത്തിരുന്നത് എക്സാക്റ്റ്ലി എങ്ങനെയാണ് ഒരു ബ്രേക്ക് ഇവൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള അൽജിബ്രായിക് മെത്തേഡിൽ തന്നെയായിരുന്നു. ഇന്നും മറ്റൊരു കാര്യം, അതായത് ഈ BEPയുമായി ബന്ധപ്പെട്ട് തന്നെ ബിസിനസ്സിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന, അതായത് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഭാഗമാണ്. ഇന്നലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു BEP യൂണിറ്റ്, അതുപോലെ തന്നെ BEP സെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാം. നമ്മൾ കണ്ടെത്തിയിട്ട് ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ, അതായത് BEP യൂണിറ്റ് ആയിക്കോട്ടെ, BEP സെയിൽ ആയിക്കോട്ടെ, അത് നമ്മൾ വർക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അവസാനമായിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിച്ചത് 0 ആയിരുന്നു. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ്. അവിടെ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് ഇന്നലെ നമ്മൾ കണ്ടത് 0 ആയിരുന്നു. ബ്രേക്ക് ഇവൻ പോയിന്റിൽ എന്തായിരിക്കും? 0 പ്രോഫിറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ആ 0 അല്ല, നമുക്ക് അതിലേറെ പ്രോഫിറ്റ് വേണം. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റിൽ നമ്മുടെ പ്രോഫിറ്റ് 0 ആയിരിക്കും. ഇനി നമുക്കൊരു 10,000 രൂപ നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് ഉൽപ്പാദനം മാത്രം പോരാ, നമുക്ക് അതിൻ്റെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. അത് എത്ര ഉൽപ്പാദിപ്പിക്കണം? നമ്മുടെ ഒരു ഉദ്ദേശ പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ, അതായത് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ നടത്തണം എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ ചുവടെ നോക്കുക. വി നോ ദാറ്റ് അറ്റ് BEP, അതായത് ബ്രേക്ക് ഇവൻ പോയിന്റിൽ ദ ഡിസൈർഡ് പ്രോഫിറ്റ് ഈസ് 0. ഡിസൈർഡ് പ്രോഫിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്തു, കണ്ടു, മനസ്സിലാക്കിയതാണ്. ദെൻ ഇഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് പ്രോഫിറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക പ്രോഫിറ്റ്, പ്രത്യേക എമൗണ്ടിലുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത് എത്രയെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ദ എമൗണ്ട് ഓഫ് ഡിസൈർഡ് പ്രോഫിറ്റ്, അതായത് നമുക്ക് ഇനി എത്ര പ്രോഫിറ്റ് കിട്ടണം, ആ എമൗണ്ട് ഷുഡ് ബി ആഡഡ് ടു ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. ഇന്നലെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷൻ്റെ കൂടെ നമുക്ക് ഇനി കിട്ടേണ്ട പ്രോഫിറ്റ്, നമുക്ക് എത്ര പ്രോഫിറ്റാണോ താല്പര്യം, ആ പ്രോഫിറ്റ് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ടു ഏൺ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ആ ഉദ്ദേശിച്ചിട്ടുള്ള പ്രോഫിറ്റ് നേടാൻ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ വിൽപ്പന നടത്തണം എന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ ചെയ്താൽ ഒരു എമൗണ്ട് ലഭിക്കും. ദെൻ അതിൻ്റെ ഇക്വേഷൻ ചുവടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇക്വേഷൻ ആക്കിയിട്ട് കാണിച്ചതാണ്. നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ സെർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. സെർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നേടിയെടുക്കണമെങ്കിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ സോൾഡ് ചെയ്യണം എന്നുള്ളത് അറിയാൻ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്ന BEP കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്തത് ആ ഫിക്സ്ഡ് കോസ്റ്റിലേക്ക് ഇനി നമുക്ക് എത്ര പ്രോഫിറ്റ് ആണോ ഡിസൈർ ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര പ്രോഫിറ്റ് ആണോ, ആ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കൂടെ ഫിക്സ്ഡ് എക്സ്പെൻസിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് ഇത്രയും എമൗണ്ട് പ്രോഫിറ്റ് ലഭിക്കുക എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ P ഈസ് ദി ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. പ്രോബ്ലത്തിൽ തരും, ചില സമയത്ത് പറയും ഒരു കമ്പനീൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് ഇത്രയാണ്, വേരിയബിൾ കോസ്റ്റ് ഇത്രയാണ്, സെയിൽസ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് പറയും അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിക്ക് 1,00,000 രൂപ പ്രോഫിറ്റ് നേടണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര യൂണിറ്റ് സെയിൽ നടത്തണമെന്ന് പ്രോബ്ലത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഫിക്സ്ഡ് എക്സ്പെൻസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഡിസൈർ ചെയ്യുന്ന എമൗണ്ട് പ്രോഫിറ്റ് അതും കൂടി ചേർത്തിട്ട് കോൺട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും.
ഓക്കെ, അതാണ് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ ഇതാണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹50, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹40, ഫിക്സഡ് കോസ്റ്റ് ₹80,000. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 1,20,000. ഈ പ്രോബ്ലം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കമ്പനിയുടെ സെല്ലിംഗ് പ്രൈസ് ഒരു യൂണിറ്റിന് 50 രൂപയാണ്, വേരിയബിൾ കോസ്റ്റ് 40 രൂപയുമാണ്, ഫിക്സഡ് കോസ്റ്റ് 80,000. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് അല്ല. എന്താ കണ്ടെത്തേണ്ടത്? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 1,20,000. 1,20,000 രൂപ നേടി എടുക്കണമെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് വിൽപ്പന നടത്തണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുക. എന്താണ്? 80,000 കിട്ടാനല്ലേ. അപ്പോൾ ഫിക്സഡ് 80,000 അല്ല, 1,20,000 കിട്ടാനല്ലേ. 1,00,000 സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളതിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്കൊന്ന് കാണാം. സെല്ലിംഗ് പ്രൈസ് 50, വേരിയബിൾ കോസ്റ്റ് 40. അപ്പം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ, നമുക്കറിയാം. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ 10 നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷന്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 80,000 ഉണ്ട്. 80,000 പ്ലസ് 1,20,000 ഡിവൈഡഡ് ബൈ 10. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് 1,20,000 ലഭിക്കുക എന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 1,20,000. അത് ഇക്വേഷൻ ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് പി ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കും. അതായത് 50 മൈനസ് 40 10. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുകയാണ്. ഫിക്സഡ് എക്സ്പെൻസ് പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട് 80,000 പ്ലസ് എന്താണ് പി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എത്ര പ്രോഫിറ്റ് ആണോ നേടിയെടുക്കാൻ ഡിസയർ ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്, ആ എമൗണ്ട് 1,20,000 കിട്ടാൻ വേണ്ടിയിട്ട് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ, അതായത് 10. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2,00,000 ഡിവൈഡഡ് ബൈ 10 കിട്ടും. അതായത് 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞത്? 1,20,000 രൂപ പ്രോഫിറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 20,000 യൂണിറ്റ് ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1,20,000 രൂപ എന്ത് കിട്ടും? പ്രോഫിറ്റ് ലഭിക്കും. അത് ഇനി ഈ പറയപ്പെട്ട കാര്യം, അതായത് 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 1,20,000 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിൽ ഓഫ് 20 യൂണിറ്റ് വിൽ ഗിവ് എ പ്രോഫിറ്റ് ഓഫ് 1,20,000 ആസ് ഷോൺ ബിലോ. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, 20,000 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സെയിൽസ് 20,000-ന് എത്ര രൂപയാണ് സെല്ലിംഗ് പ്രൈസ്? 50 രൂപയാണ്. 20,000 ഇൻറ്റു 50 10 ലക്ഷം രൂപ ലഭിക്കും. ദെൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ വേരിയബിൾ കോസ്റ്റും നമുക്കറിയാം 40 പെർ യൂണിറ്റിന്. അപ്പോൾ 20,000 യൂണിറ്റിന് എത്രയായിരിക്കും? 20,000 ഇൻറ്റു 40 8 ലക്ഷമാണ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കും. കോൺട്രിബ്യൂഷനായിട്ട് 2 ലക്ഷം, അതായത് 10 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷം കുറച്ചു, 2 ലക്ഷം കോൺട്രിബ്യൂഷൻ ലഭിച്ചു. ഇനി കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് എക്സ്പെൻസ് കൂടി കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് 80,000 രൂപയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് കുറച്ചപ്പോൾ നമുക്ക് കിട്ടി 2 ലക്ഷത്തിൽ നിന്ന് 80,000 കുറച്ചപ്പോൾ 1,20,000 രൂപ പ്രോഫിറ്റ് ലഭിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞ 1,20,000 രൂപ പ്രോഫിറ്റ് ലഭിക്കണം എന്നായിരുന്നു ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ചെയ്തത് പ്രകാരം 20,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ 1,20,000 രൂപ പ്രോഫിറ്റ് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അത് ശരിയാണ് എന്ന് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെയാണ് കമ്പനികളൊക്കെ തീരുമാനങ്ങൾ എടുക്കൽ. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വർഷം ഇത്ര പ്രോഫിറ്റ് കിട്ടണമെന്ന് കമ്പനി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ഫിക്സഡ് എക്സ്പെൻസിൻ്റെ കൂടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കൂടി ചേർത്തിട്ട് കോൺട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും എത്ര യൂണിറ്റ് ഈ വർഷം അവർ വിൽപ്പന നടത്തണം എന്നുള്ളത്. അങ്ങനെയാണ് അവിടെ തീരുമാനം കൈക്കൊള്ളുന്നത്. ഇനി അത് തന്നെ നമുക്ക്
സെയിൽസ് വാല്യൂവിലും കാണാം. കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് വാല്യൂ, അതായത് റുപ്പീസ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ അതിൻ്റെ സെയിൽസിൻ്റെ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. ഒരു ഡിസൈഡ് പ്രോഫിറ്റ് നേടിയെടുക്കാൻ എത്ര സെയിൽസിൻ്റെ വാല്യൂ എത്ര വേണം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇക്വേഷൻ. അതിൻ്റെ കൂടെ ചെറിയൊരു കാര്യം ആഡ് ചെയ്താൽ മതി. എന്താണ്? ഇൻറ്റു സെയിൽസ് ചെയ്യുക. സെയിൽസിൻ്റെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു സെയിൽസ് ചെയ്യുക മാത്രമേ അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ, സെയിൽസ് ₹6 lakh, വേരിയബിൾ കോസ്റ്റ് ₹4,20,000, ഫിക്സഡ് കോസ്റ്റ് $1,20,000. നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹90,000. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്താണ്? ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. അവിടെ ഫിക്സഡ് എക്സ്പെൻസസ് എത്രയാണ്? 1,20,000 പ്ലസ് എത്ര പ്രോഫിറ്റ് നമ്മൾ നേടിയെടുക്കേണ്ടത്? 90,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. 6 ലക്ഷം മൈനസ് 4,20,000, 1,80,000. ഓക്കെ, 1,80,000. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സെയിൽസ് വാല്യൂവിൽ എത്ര സെയിൽസ് വാല്യൂ ചെയ്താലാണ് 90,000 പ്രോഫിറ്റ് കിട്ടുകയെന്ന് നമുക്ക് ലഭിക്കും. അതിൻ്റെ കൂടെ ഇൻറ്റു സെയിൽസ് എമൗണ്ട്. എത്രയാണ് സെയിൽസ്? 6 lakh. അതും കൂടി ചെയ്താൽ നമുക്ക് എമൗണ്ട് ലഭിക്കും. അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സെയിൽസ് വാല്യൂ ഗിവിങ് എ പ്രോഫിറ്റ് ഓഫ് 90,000 കാണാൻ എഫ് പ്ലസ് പി ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് ആണ്. അതിൽ കോൺട്രിബ്യൂഷൻ ലഭിക്കാൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അതായത് 1,80,000 നമ്മൾ കണ്ടു. ഇനി ചെയ്യാം 1,20,000 പ്ലസ് 90,000, അതായത് ഇനി നമുക്ക് നേടിയെടുക്കേണ്ട പ്രോഫിറ്റ് ഇൻറ്റു 6 lakh, അതായത് സെയിൽസ് വാല്യൂ ആണ്, ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. അങ്ങനെ 7 lakh ആണ് നമുക്ക് സെയിൽസ് വാല്യൂ. 7 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിൽ 90,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചുവടെ. ദ സെയിൽസ് റവന്യൂ 7 lakh വിൽ ഗിവ് എ പ്രോഫിറ്റ് ഓഫ് 90,000 ആസ് ഫോളോ. അതായത് സെയിൽസ് 7 lakh മൈനസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് കാണാൻ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 4,20,000 ഡിവൈഡഡ് ബൈ 6 ലക്ഷം ഇൻറ്റു 7 lakh, അതായത് 4,20,000 നമുക്ക് ഇവിടെ ഉള്ള വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ടാണ്. വേരിയബിൾ കോസ്റ്റ് എന്തിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 6 ലക്ഷം കൊണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സെയിൽസിൻ്റെ എമൗണ്ട് ഇൻറ്റു 7 lakh. അതെന്താ വെച്ചാൽ ഇനി നമുക്ക് ഉള്ള സെയിൽസ് ഇത്ര സെയിൽസ് വേണമെന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രോബ്ലത്തിൽ നിന്നുള്ള വേരിയബിൾ കോസ്റ്റ് 4,20,000 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം സെയിൽസ് ആകുമ്പോൾ ഉള്ള വേരിയബിൾ കോസ്റ്റാണ്. അപ്പം 7 ലക്ഷം സെയിൽസ് ആകുമ്പോൾ എത്രയാണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ് നോക്കുന്നത്. അതിനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ 4,20,000 ഡിവൈഡഡ് ബൈ 6 ലക്ഷം ഇൻറ്റു 7 ലക്ഷം ചെയ്താൽ അതിലേക്ക് 7 ലക്ഷത്തിലേക്ക് കൺവേർട്ട് ആവും. അങ്ങനെയാണ് 4,90,000 ആയി വേരിയബിൾ കോസ്റ്റ്. നമ്മുടെ പ്രോബ്ലത്തിലുള്ള വേരിയബിൾ കോസ്റ്റ് നോക്കുക, 4,20,000 ആയിരുന്നു. കാരണം അത് 6 ലക്ഷം സെയിൽ നടത്തുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റ് ആയിരുന്നു. 7 ലക്ഷം സെയിൽ നടത്തുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 4,90,000 ആണ്. ഓക്കെ, അങ്ങനെ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അതായത് 7 ലക്ഷത്തിൽ നിന്ന് 4,90,000 കുറച്ചാൽ 2,10,000 കോൺട്രിബ്യൂഷൻ ലഭിച്ചു. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 1,20,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. ആ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ 2,10,000 നിന്ന് 1,20,000 കുറച്ചാൽ 90,000 നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റായിട്ട് കിട്ടും. അത് തന്നെയാണ് നമ്മളോട് പ്രോബ്ലത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എത്ര സെയിൽ നടത്തിയാലാണ് 90,000 പ്രോഫിറ്റ് കിട്ടുക എന്ന്. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കി. 7 ലക്ഷം രൂപയ്ക്ക് നമ്മൾ സെയിൽ നടത്തുകയാണെങ്കിൽ 90,000 രൂപ എന്തായിരിക്കും? കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് സെയിൽസ് വാല്യൂവിൽ നമ്മൾ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കണ്ടെത്താറ്. ദെൻ അടുത്തതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മറ്റൊരു കൺസെപ്റ്റാണ്, ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺസെപ്റ്റ് തന്നെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിളാണ്.
തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്, ചില സമയത്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു തിയറി ഭാഗം ഒന്ന് പഠിച്ചോ. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ് ഓവർ ദ BEP സെയിൽസ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പ്രോഫിറ്റ് കണ്ടില്ലേ, അതിൻ്റെ മുമ്പ് ഇന്നലത്തെ ക്ലാസ്സിൽ BEPയും കണ്ടില്ലേ. BEPയിൽ എന്തായിരുന്നു നമുക്ക് ആൻസർ കിട്ടിയിരുന്നത്? BEP പോയിന്റിൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആയിരുന്നു അല്ലേ. അതുപോലെ ഇന്ന് കണ്ടിട്ടുള്ള ആ ഒരു വാല്യൂ നോക്കുക, പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇന്ന് കണ്ടതും അതുപോലെ ഇന്നലെ കണ്ടതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് അല്ലേ. BEP സെയിൽസിൽ നിന്ന് ആക്ച്വൽ സെയിൽസ്, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു BEP ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അതാണോ ഒരു കമ്പനി സാധാരണ കച്ചവടം നടത്തുന്നത് ആ ഒരു എമൗണ്ട് ആണോ? അല്ല. BEP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റാണ്. ഒരു കമ്പനിയും ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നുകൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. പ്രോഫിറ്റ് ഇല്ലാതെ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആക്ച്വലി സെയിൽസ് എന്ന് പറഞ്ഞാൽ BEP സെയിൽസിൽ നിന്ന് എത്രയോ വ്യത്യാസമായിരിക്കും. ആക്ച്വൽ സെയിൽസിൽ നിന്ന് BEP സെയിൽസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റാണ്. അത് തന്നെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റിയിലും പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദി എക്സസ്, അതായത് അധികം, എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ്. സാധാരണ നമ്മളിപ്പോൾ വിൽപ്പന നടത്തുന്ന സെയിൽസ് അല്ലെങ്കിൽ ആക്ച്വലായിട്ടുള്ള സെയിൽസ്, എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ് ഓവർ ദി BEP സെയിൽസ്. BEP സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നമ്മുടെ ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് സെയിൽസ് ബിയോണ്ട് ദ ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസിനേക്കാൾ മുകളിൽ എത്ര വരുന്നുണ്ടോ അതിനെല്ലാം നമ്മൾ എന്താ പറയുക? മാർജിൻ ഓഫ് സേഫ്റ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാണുക, എന്നിട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ ആക്ച്വൽ സെയിൽസ് തന്നിട്ടുണ്ടാവും, ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. എന്നിട്ട് ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള ആ ഒരു എമൗണ്ട് എന്തായിരിക്കും? മാർജിൻ ഓഫ് സേഫ്റ്റി, അതായത് പ്രോഫിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. നല്ല മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി കുറവാണെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് അധികമൊന്നും ഇല്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചുവടെ നൽകിയിട്ടുണ്ട് മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് സെയിൽസ് മൈനസ് BEP സെയിൽസ്. പ്രസൻറ്റ് സെയിൽസ് മൈനസ് BEP സെയിൽസ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ദ ഫോളോയിങ് ഫോർമുല ഈസ് യൂസ്ഡ്. സെയിൽസ് പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ചുവടെ കൊടുക്കുന്ന ഫോർമുലയിലും നമുക്ക് കാണാം. എങ്ങനെയാണ്? ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100. ഇങ്ങനെയും നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾ മുകളിലുള്ള ഒരു മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മതിയാവും. എന്തായാലും ഇതും അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ പ്രോബ്ലം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. അതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, കാരണം എക്സാമിന് വരാറുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ.